നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണ്? 6-pole DC മെഷീൻ ഓഫ് 300 കണ്ടക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് അഗെയിൻ തന്നിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 2 വേവ് വൈൻഡിങ്ങും ഉണ്ട്, ലാപ്പ് വൈൻഡിങ്ങും ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 2 കേസിൽ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയായിരുന്നു നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇവിടെ വേവ് വൈൻഡിംഗ് ഉണ്ട്, ലാപ്പ് വൈൻഡിംഗ് ഉണ്ട് അല്ലേ? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഒരു DC മെഷീൻ്റെ വൈൻഡിങ്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 2 ക്ലാസിഫിക്കേഷനാണ് വേവ് വൈൻഡിങ്ങും ലാപ്പ് വൈൻഡിങ്ങും. അതിൽ ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്? വേവ് വൈൻഡിങ്ങിൽ എത്ര പാരലൽ പാത്സ് ഉണ്ട്, ലാപ്പ് വൈൻഡിങ്ങിൽ എത്ര പാരലൽ പാത്സ് ഉണ്ട്, നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ ഒരു വേവ് വൈൻഡിങ് നേരത്തെ തന്നെ ഓർക്കാൻ എളുപ്പത്തിന് നമുക്ക് എന്ത് പറയാം? ഒരു വേവ് വൈൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് വേവ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? ഒരു സൈൻ വേവ് ആണ് അല്ലേ? സൈൻ വേവിൽ എത്ര ഹാഫ് സൈക്കിൾ ഉണ്ട്? 1, 2 ഹാഫ് സൈക്കിൾസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പറയാം എ എന്ന് പറയുന്നത് നമ്മൾ എന്തായിരുന്നു റെപ്രസെന്റ് ചെയ്തത്? നമ്മുടെ EMF ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ ഈ എ ഈസ് ഈക്വൽ ടു വാട്ട്? എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാരലൽ പാത്സ്. നമ്പർ ഓഫ് പാരലൽ പാത്സ് ഒരു വേവിൽ 2 ഹാഫ് സൈക്കിൾ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് എ ഈസ് ഈക്വൽ ടു 2 ഫോർ എ വേവ് വൗണ്ട് മെഷീൻ. ലാപ്പ് വൗണ്ട് മെഷീൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലാപ്പിന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ദാറ്റ് ഈസ് LAP അല്ലേ? എ എന്ന് പറയുന്ന നമ്പർ ഓഫ് പാരലൽ പാത്സ് ആണ്. ഇവിടെ നമുക്ക് എളുപ്പത്തിൽ തന്നെ പറയാം എ ഈസ് ഈക്വൽ ടു പി. ഇത് ഏതിന് വാലിഡ് ആണ്? ഫോർ ലാപ്പ് വൗണ്ട് മെഷീൻ. ഓർ എന്ത് പറയാം? എ ഈസ് ഈക്വൽ ടു പി, ദാറ്റ് ഈസ് നമ്പർ ഓഫ് പാരലൽ പാത്സ് ഇൻ എ ലാപ്പ് വൗണ്ട് മെഷീൻ എന്ന് പറയുന്നത് എത്രയാണ്? ഇസ് സെയിം ആസ് ദി നമ്പർ ഓഫ് പോൾസ്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ 6 പോൾ ആയിരിക്കുമ്പോൾ എന്തായിരിക്കും? ലാപ്പ് വൈൻഡിങ് ആയിരിക്കുമ്പോൾ നമ്പർ ഓഫ് പാരലൽ പാത്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 6 ആയിരിക്കും. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇനി അതുപോലെ തന്നെ ഡിപ്ലോമ ലെവൽ, സബ് എഞ്ചിനീയർ ലെവൽ എക്സാംസിനൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇതൊന്ന് ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. കാരണം ഇനി അങ്ങോട്ട് പല മെഷീൻസിൻ്റെയും ക്ലാസിഫിക്കേഷനിൽ അല്ലെങ്കിൽ വേവ് വൈൻഡിങ്, ലാപ്പ് വൈൻഡിങ് എന്ന് പറഞ്ഞിട്ടായിരിക്കും പല ക്വസ്റ്റ്യൻസും വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര കണ്ടക്ടേഴ്സ് ഉണ്ട്? ഹാസ് Z ഈക്വൽ ടു 300 കണ്ടക്ടേഴ്സ്. 300 കണ്ടക്ടേഴ്സ് ഉണ്ട്. ആൻഡ് ഈച്ച് കണ്ടക്ടർ ഇസ് കേപ്പബിൾ ഓഫ് ക്യാരിയിങ് 80 ആംപിയർ. അതെന്താണ് മീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദ ഫ്ലക്സ് പെർ പോൾ, അതായത് ഫ്ലക്സ് പെർ പോൾ ഇസ് ഈക്വൽ ടു, ഇവിടെ തന്നിട്ടുണ്ട് ഫ്ലക്സ് പെർ പോൾ എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 0.015 വെബർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദ മെഷീൻ ഇസ് ഡ്രിവൺ അറ്റ് സ്പീഡ് എന്ന് പറയുന്നത് n ഇസ് ഈക്വൽ ടു 1800 RPM. 1800 RPM തന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് ദി ടോട്ടൽ കറണ്ട്, EMF, പവർ ഡെവലപ്ഡ് ഇൻ ദി ആർമേച്ചർ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ടോർക്ക് ദി ആർമേച്ചർ കണ്ടക്ടേഴ്സ് ആർ കണക്റ്റഡ് ഇൻ വേവ് ആൻഡ് ലാപ്പ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം വേവിൻ്റെ കണ്ടീഷൻ എടുക്കാം. സോ ഹിയർ വേവ് വൗണ്ട് മെഷീൻ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് അറിയേണ്ട ഒരു കാര്യം എന്താണ്? എ നമ്പർ ഓഫ് പാരലൽ പാത്സ് ഇസ് ഈക്വൽ ടു 2. നമ്പർ ഓഫ് പാരലൽ പാത്സ് ഇസ് ഈക്വൽ ടു 2 ആണ്. അതായത് നമ്പർ ഓഫ് പാരലൽ പാത്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. അത് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു വേവ് ബൗണ്ട് ആണെങ്കിൽ ഒരു വേവ് 2 പാർട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് കൊടുക്കുക? പാരലൽ പാത്സ് എന്ന് പറയുന്നത് 2 ആണ്. ഒരു ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ എന്താണ്? ഇസ് ഈക്വൽ ടു പി. ഓക്കെ, ഓർത്തിരിക്കുക, എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു വേവ് വൗണ്ട് മെഷീൻ 2 പാരലൽ പാത്ത് ഉണ്ട്. ഇനിയാണ് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 2, നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യനിൽ 9 സെഷനിൽ നോക്കിയ പ്രോബ്ലത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്താണ് ഇവിടെ ഈ പാരലൽ പാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കിവിടെ I have 2 parallel paths. ഇവിടെ ഒരു പാരലൽ പാത്ത് ഉണ്ട്. ഓക്കെ, 2 കണ്ടക്ടേഴ്സ്, അതായത് നമുക്ക് 2 പാരലൽ പാത്സ് ഉണ്ട്. ഇവിടെ എത്ര കണ്ടക്ടേഴ്സ് ആണുള്ളത്? ഇതിന് അക്രോസ് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ആർമേച്ചറിൻ്റെ വോൾട്ടേജ് അവൈലബിൾ ആയിരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം പറയാം. ഇവിടെ 2 പാരലൽ പാത്സ്, മൊത്തം 300 കണ്ടക്ടേഴ്സ് ഉണ്ട്. ഈ 300 കണ്ടക്ടേഴ്സ് ആണ് Z, ഓർ 300 ബൈ നമ്പർ ഓഫ് പാരലൽ പാത്സ് ആണ് എന്ത്? നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ്. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു 300 ബൈ 2 ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു 150 കണ്ടക്ടേഴ്സ്. അതായത് 150 കണ്ടക്ടേഴ്സ് ആണ് എന്ത് ഇവിടെ ഉള്ളത്. ഇവിടെയും 150 കണ്ടക്ടേഴ്സ് ഉണ്ട് ആണല്ലോ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കറണ്ട് കണ്ടുപിടിക്കാനാണ്. എന്തായിരിക്കും കറണ്ട് എന്ന് പറയുന്നത്? ഈ ഒരു കേസിൽ നമുക്ക് കിട്ടുന്ന കറണ്ട് എത്രയാണ്? EMF എത്രയാണ്? ഇത് രണ്ടും നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. നമുക്ക് EMFൻ്റെ ഇക്വേഷൻ അറിയാം. EMF in the armature is equal to 5ZNP by 60A അല്ലേ? 5ZNP by 60A. ഓർ നമുക്ക് വേറൊരു രീതി പറയാം. ഇവിടെ വാല്യൂസ് എന്തൊക്കെയാണ്? 5 തന്നിട്ടുണ്ടല്ലോ. 0.015 ഇൻറ്റു 300 ഇൻറ്റു 1800 RPM ഇൻറ്റു നമ്പർ ഓഫ് പോൾസ് എത്രയാണ്? ഇറ്റ്സ് എ 6 pole മെഷീൻ ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു A ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 ആണ്. കാരണം ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. നമുക്കവിടെ വയ്ക്കാം. സോ EAയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 400 സംതിങ് ആണ്. ദാറ്റ് ഈസ് ദ വാല്യൂ ഈസ് ഈക്വൽ ടു 405.
405 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി ഈ 405 വോൾട്ട് ഇവിടെ എങ്ങനെയാണ് വരുന്നത്? അതാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. സോ ഇതാണ് 405 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് 405 വോൾട്ട്. ഈ ഒരു പോയിന്റും ഓർത്തിരിക്കുക, ഞാനിത് മാറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ 405 വോൾട്ട് കിട്ടി. ഇനി ഇവിടുത്തെ കറണ്ട് എത്രയാണ്? വാട്ട് ഈസ് ദ കറണ്ട് ഹിയർ? കറണ്ട് എന്ന് പറയുന്നത് ഈ ഓരോ ഇതിലും കറണ്ട് ഉണ്ടല്ലേ, അത് എത്രയും തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ അവർ എന്ത് പറഞ്ഞിരിക്കുന്നത്? ഈച്ച് കണ്ടക്ടർ ഇസ് കേപ്പബിൾ ഓഫ് ക്യാരിങ് 80 ആംപിയർ. ഇവിടെ എത്ര കണ്ടക്ടേഴ്സ് ഉണ്ട്? 300 കണ്ടക്ടേഴ്സ് ഉണ്ട്. അതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? 150 150. ആ 150ൽ ഓരോന്നും എന്താണ്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മുടെ വൈൻഡിങ് നമ്മൾ നോക്കിയത്. അങ്ങനെയെങ്കിൽ ഇവൻ എത്ര കറണ്ട് ക്യാരി ചെയ്യാൻ പറ്റും? ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവന് ഒരു കണ്ടക്ടറിന് ക്യാരി ചെയ്യാൻ പറ്റുന്നത് ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാക്സിമം ക്യാരി ചെയ്യാൻ പറ്റുന്നത് എത്രയേ ഉള്ളൂ? 80 ആംപിയറേ ഉള്ളൂ. 80 ആംപിയർ. ഇവിടെ 80 ആംപിയർ. അങ്ങനെയെങ്കിൽ ഇവിടെ ടോട്ടൽ കറണ്ട് ക്യാരിയിങ് കേപ്പബിലിറ്റി എത്രയാണ്? 80 × 2. ദാറ്റ് ഈസ് കറണ്ട് ഫ്രം ദി ആർമേച്ചർ ഇസ് ഈക്വൽ ടു, ഓർ വേറൊരു രീതി പറയുകയാണെങ്കിൽ കറണ്ട് ഇൻ ഈച്ച് പാരലൽ പാത്ത് ഇസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ബൈ എ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ കിട്ടും? അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവണ്ട. ഇവിടെ ടോട്ടൽ കറണ്ട് എത്രയാണ്? IA ഇസ് ഈക്വൽ ടു വാട്ട്? 2 × നമ്പർ ഓഫ് പാരലൽ പാത്സ്. ഇവിടെ എത്രയാണ്? ആ 2 കറണ്ട്, നമ്പർ ഓഫ് പാരലൽ പാത്സ് ഇൻറ്റു ഓരോ കണ്ടക്ടറിനും ക്യാരി ചെയ്യാൻ പറ്റുന്ന കറണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 160 ആംപിയർ. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് 2 × 80 ആംപിയർ എന്ന് പറയാൻ കാരണം 80 ആംപിയർ ആണ് തന്നിട്ടുള്ളത്. നേരെ തിരിച്ച് 160 ആംപിയർ തന്നിട്ടുണ്ടെങ്കിൽ ഓരോ പാരൽ പാത്തിലും കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്? 160/2, 80 ആംപിയർ ആണ്. 5 പാരൽ പാത്ത് ഉണ്ട്. ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് 150 ആംപിയർ ആണെങ്കിൽ 150/5, അതായത് 30 ആംപിയർ ആയിരിക്കും എന്ത് ഓരോ പാരൽ പാത്തിൽ കൂടെയും ഫ്ലോ ചെയ്യുന്നത്. ആ കോൺസെപ്റ്റാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഇവിടുത്തെ ടോട്ടൽ ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 160 ആംപിയർ. അതായത് ഇതാണ് എന്ത് 160 ആംപിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കറണ്ട് കിട്ടി, EMF കിട്ടി. കറണ്ട് 160 ആംപിയർ, EMF എന്ന് പറയുന്നത് ഓരോന്നിലും നമുക്കിവിടെ കിട്ടുന്ന, അതായത് നമുക്കിവിടെ കിട്ടുന്ന ടോട്ടൽ വോൾട്ടേജ്, നമുക്കിവിടെ കിട്ടുന്ന ടോട്ടൽ വോൾട്ടേജ് ആണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? ടോട്ടൽ EMF എന്ന് പറഞ്ഞ് 405 എന്ന് കിട്ടിയത്. 405 ഇതിന് അക്രോസ് അവൈലബിൾ ആണ്. അതായത് 150 കണ്ടക്ടേഴ്സിന് അക്രോസ് ആണ് എന്തുള്ളത്? 405 വോൾട്ട് ഉള്ളത്. അതായത് വേറൊരു രീതിയിൽ ഇത് ചോദിച്ചിട്ടില്ല, എന്നാലും ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. EMF per conductor is equal to, കാരണം ഇവിടെ 150 കണ്ടക്ടേഴ്സിന് അക്രോസ് ആണ് എന്തുള്ളത്? 405 വോൾട്ട് ഉള്ളത്. സോ അങ്ങനെയെങ്കിൽ 405 ഡിവൈഡഡ് ബൈ 150 വോൾട്ട് ആയിരിക്കും എന്ത് നമുക്ക് ഓരോ കണ്ടക്ടറിനും അല്ലെങ്കിൽ ഓരോ കണ്ടക്ടറിനും അക്രോസ് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് എത്രയാണ്? 405/150 ആണ്. അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ഇതാണ് എന്ത് ഇതിൽ നിന്നുള്ള വാല്യൂസ്. ഇനി നമുക്ക് വേറെ എന്താ? പവർ ഡെവലപ്ഡ്. ഈ ഒരു കേസിൽ പവർ ഡെവലപ്ഡ് എന്താണ്? ഡയറക്റ്റ് നമുക്ക് 405 ഉണ്ട്, 160 ഉണ്ട്. ഈ 160 കണ്ടുപിടിക്കുന്ന ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ പവർ ഡെവലപ്ഡ് എന്ന് പറയുന്നത് P ഡെവലപ്ഡ് ഇസ് ഈക്വൽ ടു എന്താണ്? ആർമേച്ചർ വോൾട്ടേജ്, ആർമേച്ചർ അക്രോസ് ഉള്ള വോൾട്ടേജ് ഇൻറ്റു ടോട്ടൽ ആർമേച്ചറിൽ നിന്ന് വരുന്ന കറണ്ട്. അതായത് എത്ര വരും? ദാറ്റ് ഈസ് 405 ഇൻറ്റു കറണ്ട് എത്രയാണ്? 160 ആംപിയർ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് 405 ഇൻറ്റു 160 എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 64.8 കിലോ വാട്ട് എന്ന് കിട്ടും. ക്ലിയർ ആണോ? വാല്യൂ ഇവിടെ നോട്ട് ചെയ്ത് വയ്ക്കുക. ദാറ്റ് ഈസ് ഹിയർ പവർ ഇസ് ഈക്വൽ ടു P armature is equal to 64.8 കിലോവാട്ട് എന്ന് കിട്ടും. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവിടുത്തെ ഇലക്ട്രോമാഗ്നറ്റിക് ടോർക്കാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ഇന്റേണൽ ടോർക്ക് ഡെവലപ്ഡ് ഇൻ ദി ആർമേച്ചർ. ആ ആർമേച്ചറിൽ ഉണ്ടാകുന്ന ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോർക്ക് ഇൻറ്റു ഒമേഗ തന്നെയാണ് എന്ത്? EA ഇൻറ്റു IA എന്ന് പറയുന്നത്. ഓർ വാട്ട് ഇസ് ടോ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റേണൽ ടോർക്ക് ഇസ് ഈക്വൽ ടു EA/IA/ഒമേഗയാണ്. ഓർ ഇവിടെ എന്ത് കിട്ടും? EA/IA എനിക്ക് കിട്ടി 64.8 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 2πn എത്രയാണ്? 1800/60 അല്ലെ, 2πn/60. ഓർ എനിക്ക് പറയാം 1800/60 30 ആണ്. ഓർ ടോർക്ക് എന്ത് കിട്ടും? ടോർക്കിൻ്റെ വാല്യൂ എന്നത് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഹിയർ ദ വാല്യൂ വിൽ ബി 343. ദാറ്റ് ഈസ് ടോർക്ക് ഇസ് ഈക്വൽ ടു 343.5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 343.5 യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും.
ഈ രണ്ട് വാല്യൂ ഇവിടെ ഇരുന്നോട്ടെ. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചെന്താണ്, ഈ ഒരു മെഷീൻ വേവ് ബൗണ്ട് ആയിരിക്കുമ്പോൾ ഇവിടെ ഉള്ള EMF, അതായത് ഇതിന് അക്രോസ് ആർമേച്ചറിൽ ഉണ്ടാകുന്ന EMFും അതുപോലെ തന്നെ അത് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന കറണ്ട്, അതുകൊണ്ട് കറസ്പോണ്ടിങ്ങിൽ ഉണ്ടാകുന്ന പവർ, ടോർക്ക്. ഇത്രയും ക്ലിയർ ആണോ? അഗെയിൻ ദ ടോർക്ക് ഇസ് ദ ഇന്റർണൽ ടോർക്ക് ഡെവലപ്ഡ്. പവർ എന്ന് പറയുന്നത് ആർമേച്ചറിൽ ഉണ്ടാകുന്ന പവറാണ്, ആർമേച്ചറിൽ ഉണ്ടാകുന്ന ടോട്ടൽ പവറാണ് ഈ പറഞ്ഞിരിക്കുന്ന PA എന്ന് പറയുന്നത്. ഇത്രയും വാല്യൂസ് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇതേ സാധനം തന്നെ എന്ത് ചെയ്യാം, ലാപ്പ് വൈൻഡിങ്ങിൽ എടുക്കാം. അപ്പോൾ ലാപ്പ് വൈൻഡിങ് എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ്ങിലി നമുക്ക് എന്ത് പറയാം, ഇവിടുത്തെ ഈ ഒരു വാല്യൂ ഞാൻ മാറ്റുകയാണ്. ഹിയർ ഇറ്റ് ബിക്കംസ് എ ലാപ്പ് വൗണ്ട് മെഷീൻ, ഓർ ഹിയർ A number of parallel paths is equal to number of poles, that is equal to 6 എന്ന് പറയാം. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് മാറാൻ പോകുന്നത്? നമുക്കിവിടെ EMF പെർ ടേൺ എന്ന് പറയുന്നത് 405/150 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 2.7 വോൾട്ട് എന്ന് കിട്ടും. അതും നമുക്ക് നോക്കാം. EMF പെർ കണ്ടക്ടർ, EMF പെർ കണ്ടക്ടർ എന്ന് എന്താണ്, ഓരോ കണ്ടക്ടറിനും അക്രോസ് ഉള്ള വോൾട്ടേജ് ഈ ഒരു കേസിൽ എത്ര വരും, 405/150. കാരണം 150 കണ്ടക്ടേഴ്സാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് എത്ര വന്നു, 2.7 വോൾട്ട് എന്ന് വന്നു. ആ ഒരു പോയിന്റ് ഇവിടെ ഇരുന്നോട്ടെ, നമുക്ക് വീണ്ടും ഇവിടെ നോക്കാം. സോ ഹിയർ നമുക്ക് എന്താണ് ഡിഫറൻസ് വരുന്നത്, 5ZNP/60A. അതിൽ A എന്ന് പറയുന്ന വാല്യൂ എന്താവും, A എന്ന് പറയുന്ന വാല്യൂ വിൽ ബിക്കം ഈക്വൽ ടു 6. ഈ ഒരു ഡിഫറൻസ് മാത്രമേ വരുള്ളൂ. കറസ്പോണ്ടിംഗ്ലി നമുക്കിവിടെ ഉണ്ടാകുന്ന ഓരോ വാല്യൂസിൻ്റെയും വാല്യൂസിലുണ്ടാകുന്ന ചേഞ്ച് നമുക്ക് നോക്കാം. സോ ഹിയർ എന്താണ്, EA എന്ത് കിട്ടി, EA എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05. 5 മാറുന്നുണ്ടോ, ഇല്ല. 5 മാറുന്നില്ല, Z മാറുന്നില്ല, സ്പീഡ് മാറുന്നില്ല, നമ്പർ ഓഫ് പോൾസ് മാറുന്നില്ല, 60 മാറുന്നില്ല, A മാറുന്നുണ്ട്. ഫോർ ലാപ്പ് വൺ ഈസ് ഈക്വൽ ടു 6. അപ്പം EAയുടെ വാല്യൂ എന്ത് കിട്ടും, EA വിൽ ബി റഫ്ലി അറൗണ്ട് 135 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കേസ് ഒന്നും കൂടി നോക്കാം. ലാപ്പ് വൗണ്ട് മെഷീൻ എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര കണ്ടക്ടേഴ്സ് ഉണ്ട്, Z ഈക്വൽ ടു 300 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലാപ്പ് വൗണ്ട് മെഷീനിൽ ഇവിടെ നമ്പർ ഓഫ് പാരലൽ പാത്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു സെയിം ആസ് നമ്പർ ഓഫ് പോൾസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ എത്ര പാരലൽ പാത്ത് ഉണ്ട്, 2, മൂന്നാമത്തെ പാരലൽ പാത്ത്, 4ാമത്തെ പാരലൽ പാത്ത്, 5ാമത്തെ പാരലൽ പാത്ത്, 6ാമത്തെ പാരലൽ പാത്ത്. അപ്പോൾ ഇത്രയും കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ദി ആർമേച്ചർ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ നമ്മളൊരു ബ്രഷ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്, നമ്മളുടെ വോൾട്ടേജ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇവിടെ. സോ ഇതിന് അക്രോസ് അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജ് ആണ് ഈ തന്നിരിക്കുന്നത്. എത്രയാണ്, 135 വോൾട്ട് ആണ് ഈ കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും നമുക്കിവിടെ പറയാം. ഇവിടെ 300 കണ്ടക്ടേഴ്സിനെ 6 പാരലൽ പാത്ത് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈച്ച് പാരലൽ പാത്തിലും എത്ര കണ്ടക്ടേഴ്സ് ഉണ്ട്, യു ഹാവ് 50 കണ്ടക്ടേഴ്സ്. അപ്പോൾ 50 കണ്ടക്ടേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെയും 50 കണ്ടക്ടേഴ്സ്, 50, 50, 50 ആൻഡ് 50. ഇനി ഇവിടെയും എന്ത് തന്നെയാണ്, ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ക്യാരിയിങ് 80 ആംപിയേഴ്സ്. ഓരോ കണ്ടക്ടറിനും ക്യാരി ചെയ്യാൻ പറ്റുന്ന കറണ്ട് എത്രയാണ്, ഇവിടെ ഇവന് എത്ര കറണ്ട് ക്യാരി ചെയ്യാൻ പറ്റും, 80 ആംപിയർ. ഇവിടെയും 80 ആംപിയർ, 80 ആംപിയർ, 80, 80, 80, ഓർ 80 into 6 ആണ്, ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു 480 ആംപിയർ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ജനറേറ്ററിന് ലാപ്പ് വൗണ്ടഡ് കണ്ടീഷനിൽ ഡെലിവറി ചെയ്യാൻ പറ്റും അറ്റ് എ വോൾട്ടേജ് ഓഫ് 135 വോൾട്ട്. ഇവിടെ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ ലാപ്പ് വൈൻഡിങ്ങോ വേവ് വൈൻഡിങ്ങോ ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ ഇവിടെ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. എന്താണ്, ലാപ്പ് വൈൻഡിങ് ഈസ് പ്രിഫേർഡ് ഫോർ ഹൈ കറണ്ട് ലോ വോൾട്ടേജ് മെഷീൻസ്. വേവ് വൈൻഡിങ് എന്ന് പറയുന്നത് ഈസ് പ്രിഫേർഡ് ഫോർ ഹൈ വോൾട്ടേജ് ലോ കറണ്ട് മെഷീൻ. കണ്ടോ, ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇവിടെ എത്ര കിട്ടി, ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് 480 ആംപിയർ എന്ന് കിട്ടി. ഇവിടെ വോൾട്ടേജ് എത്രയേ ഉള്ളൂ, 135 വോൾട്ടേ ഉള്ളൂ. ഇവിടെ തന്നെ നമുക്ക് ഒരു പോയിന്റും കൂടി പറയാം. ഇവിടുത്തെ പവർ ഡെവലപ്ഡ് ഇൻ ദി ആർമേച്ചർ PA എത്രയാണ്, ഈസ് ഈക്വൽ ടു 135. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കിയതേ ഉള്ളൂ, തൊട്ട് മുമ്പ് നോക്കിയതേ ഉള്ളൂ. എന്താണ്, 135 ഇൻറ്റു എത്രയാണ്, EA ഇൻറ്റു IA ആണല്ലേ. അതറിയാമല്ലോ, നമ്മളിവിടെ എഴുതിയതാണ്. EA ഇൻറ്റു IA ആണ് ആർമേച്ചറിൽ ഉണ്ടാകുന്ന പവർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 135 ഇൻറ്റു IA എത്രയാണ്, IA എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി, 480 കിട്ടി. ആ 480 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? കാരണം ഇവിടെ നമുക്ക് 6 പാരലൽ പാത്ത് ഉണ്ട്. ഓരോ ഇതിലും എത്ര കണ്ടക്ടേഴ്സാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്, 50 കണ്ടക്ടേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ 300 കണ്ടക്ടേഴ്സ് ആവുള്ളൂ. ഇനി ഓരോ കണ്ടക്ടറിനും ക്യാരി ചെയ്യാൻ പറ്റുന്ന എത്രയാണ്, 80 ആംപിയർ വരെ ക്യാരി ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്ര കിട്ടും, ഇതും എത്ര തന്നെ കിട്ടണം, ദാറ്റ് ഈസ് ഈക്വൽ ടു 64.8 കിലോ വാട്ട് എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് പവർ ഡെവലപ്ഡ്. ഇനി ഇൻറ്റേർണൽ ടോർക്കോ, ഇൻറ്റേർണൽ ടോർക്ക് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, EBIA/ω.
വല്ല ചേഞ്ചും ഉണ്ടാവോ? ഇല്ല. കാരണം നമുക്ക് ഇതേ ഇത് തന്നെ കിട്ടി, സെയിം ഇതിൽ തന്നെയാണ് സ്പീഡിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കിത് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് 343.5 ന്യൂട്ടൺ മീറ്റർ എന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം കൂടെ, നമ്മൾ നേരത്തെ നോക്കാത്തൊരു സെഷൻ അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്താണ്, ഇവിടുത്തെ EMF പെർ കണ്ടക്ടർ, അതായത് ഓരോ കണ്ടക്ടർ നമ്മൾ പറഞ്ഞു ഇവിടെ 135 വോൾട്ട് ആണ് ഇതിന് അക്രോസ്, ഈ രണ്ട് ബ്രഷസിന് അക്രോസ് അവൈലബിൾ ആയിരിക്കുക. ആ 135 വോൾട്ട് എങ്ങനെയാണ് കിട്ടുന്നത്? 50 കണ്ടക്ടേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് അല്ലേ. ഈ ഒരു പാരലൽ പാത്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര കണ്ടക്ടേഴ്സ് ഉണ്ട്? 1, 2 അങ്ങനെ 50 കണ്ടക്ടേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ 150 50 കണ്ടക്ടേഴ്സ് ആണുള്ളത്. അപ്പോൾ EMF പെർ കണ്ടക്ടർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 135/50 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 135/50. ഇതും എത്ര തന്നെ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2.7 വോൾട്ട് തന്നെ വരും അല്ലേ. 2.7 ദാറ്റ് ഈസ് 13.5 എന്ന് പറയുമ്പോൾ 2.7 വോൾട്ട്. 2.7 വോൾട്ട് തന്നെ കിട്ടും. ഇവിടെയും EMF പെർ കണ്ടക്ടർ എത്ര കിട്ടി? 2.7 വോൾട്ട് തന്നെ കിട്ടി. അതായത് നമ്മൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു DC മെഷീൻ്റെ നമ്മൾ ലാപ്പ് വൈൻഡ് ചെയ്താലും വേവ് വൈൻഡ് ചെയ്താലും നമുക്ക് അവിടുത്തെ പവർ മാറുന്നില്ല, ഇൻറ്റേർണൽ ടോർക്ക് മാറുന്നില്ല. പിന്നെ എന്താണ് മാറുന്നത്? അവിടുത്തെ കറണ്ട് റേറ്റിങ്ങും വോൾട്ടേജ് റേറ്റിങ്ങും നമുക്ക് മാറ്റാൻ പറ്റും. അതായത് നമുക്ക് ഒരു ഹൈ കറണ്ടും ലോ വോൾട്ടേജും ആണ് നമ്മുടെ പ്രിഫറൻസ് എങ്കിൽ വി ഗോ ഫോർ വാട്ട് ടൈപ്പ് ഓഫ് വൈൻഡിങ്? ലാപ്പ് വൈൻഡിങ്. കാരണം ഇവിടെ നമുക്ക് ഹൈ കറണ്ട് ലോ വോൾട്ടേജ്, അതിന് പകരം നമുക്ക് ഹൈ വോൾട്ടേജ് ലോ കറണ്ടാണ് വേണ്ടതെങ്കിൽ ഹൈ വോൾട്ടേജ് ലോ കറണ്ടാണ് വേണമെങ്കിൽ വി ഗോ ഫോർ വേവ് വൈൻഡിങ്. അതിൻ്റെ പിന്നിലെ ലോജിക്ക് എന്താണ്? കാരണം വേവ് വൈൻഡിങ്ങിൽ നമുക്ക് നമ്പർ ഓഫ് പാരലൽ പാത്സ് എന്ന് പറയുന്നത് കുറവാണ്. കറസ്പോണ്ടിംഗ്ലി കറണ്ട് ക്യാരിയിങ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റഡ് ആണ്. അതുകൊണ്ടാണ് കറണ്ട് കുറവ്. പക്ഷേ നമ്പർ ഓഫ് പാരലൽ പാത്സ് കുറയും തോറും നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് എന്ത് ചെയ്യും? കൂടുന്നുണ്ട്. കറസ്പോണ്ടിംഗ്ലി ഓരോ കണ്ടക്ടറിനും അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 2.7 ആണ്. അപ്പോൾ 2.7 ഇൻറ്റു, അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? ഇവിടെ ഇത്രയും ഈ 405 വരുന്നത് എന്തുകൊണ്ടാണ് ഇതിന് അക്രോസ്? അതായത് ഹൈ വോൾട്ടേജ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഹൈ വോൾട്ടേജിന് നമ്മൾ ഇത് പ്രിഫർ ചെയ്യാൻ കാരണം എന്താ? ഇവിടെ 150 കണ്ടക്ടേഴ്സ് ഇൻറ്റു 2.7 വോൾട്ട് ആണ് എന്ത് ഇതിന് അക്രോസ് അവൈലബിൾ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ്. So that is the reason why we prefer wave wound machines for high voltage, low current. അതേപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ നമുക്ക് ഓരോന്നിലും കറണ്ട് ക്യാരി ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്പർ ഓഫ് പാരലൽ പാത്സ് കൂടുതലാണ്. നമ്പർ ഓഫ് പാരലൽ പാത്സ് കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ കറണ്ട് ക്യാരി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 80 × 6 കിട്ടി, 480 ആംപിയർ കിട്ടി. അതായത് നമുക്കിവിടെ കിട്ടുന്ന, പക്ഷേ വോൾട്ടേജ് എന്ത് പറ്റി? ഇവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ കണ്ടക്ടറിനും അക്രോസ് ഉള്ള വോൾട്ടേജ് 2.7 ആണ്. പക്ഷേ സീരീസ് ആയിട്ട് എത്ര കണ്ടക്ടേഴ്സേ ഉള്ളൂ? 50 കണ്ടക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ 2.7 × 5 ചെയ്യുമ്പോൾ 2.7 × 50 കണ്ടക്ടേഴ്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? അഗെയിൻ 135 വോൾട്ട് ആയിരിക്കും കിട്ടുക. 275/2 135 വോൾട്ട് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഇതിന് അക്രോസ് കിട്ടുക. ഈ ഇത്രയും ഇൻഫറൻസസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇനി നമുക്ക് പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങിൻ്റെയും ഇൻഫറൻസസ് ഒക്കെ പഠിച്ചു. പക്ഷേ എന്താണ് ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും നമ്മളിപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടില്ല. നമുക്ക് കൺസ്ട്രക്ഷനിൽ നോക്കാം. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ കാരണം നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് പലപ്പോഴും ലാപ്പിൻ്റെയും വേവിൻ്റെയും ഒക്കെ അറിയണമെങ്കിൽ എന്താണ്? A = 2, A = P. A = P എന്താണ്? ലാപ്പ് P, ലാപ്പിൻ്റെ P. അതിൽ തന്നെയാണ് A = P ഫോർ ലാപ്പ് വൈൻഡിങ്. ഇത് മാത്രം അറിഞ്ഞാൽ മതി. പക്ഷേ നമ്മൾ കൂടുതൽ 1-2 പോയിന്റ്സും കൂടെ നോക്കിയിട്ടുണ്ട്. ഇത് ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് തന്നെ വയ്ക്കുക. ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഹൈ വോൾട്ടേജ്, അപ്പം ഒരു കാര്യം കൂടി ഞാനിവിടെ എഴുതാം. ദാറ്റ് ഈസ് ലാപ്പ് വൈൻഡിങ് അല്ലെങ്കിൽ വേവ് വൈൻഡിങ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ വോൾട്ടേജ് ലോ കറണ്ട്. ഓക്കെ, ഇതാണെങ്കിൽ എന്താണ്? ഹൈ കറണ്ട് ലോ വോൾട്ടേജ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയും ക്ലിയർ ആണോ?